നിങ്ങൾ ഈ പ്രൊജക്റ്റഡ് സ്കേർട്ടിങ് കണ്ടുമടുത്തോ? എൻ്റെ പല ക്ലയൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പ്രൊജക്റ്റഡ് സ്കേർട്ടിംഗ് ആണോ നല്ലത് അതോ ഫ്ലഷ്ഡ് സ്കേർട്ടിംഗ് ആണോ നല്ലത് എന്നുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭിത്തിയുടെ തേപ്പ് കഴിഞ്ഞിട്ടാണ് സ്കേർട്ടിങ്ങും ടൈൽ ടീമിനെ ഏൽപ്പിക്കുന്ന ടൈൽ ലേയിങ് ഒക്കെ തുടങ്ങുന്നത്. ഫ്ലഷ്ഡ് സ്കേർട്ടിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഭിത്തിയുടെ തേപ്പ് പകുതിക്ക് വെച്ച് നിർത്തുകയും ടൈൽ ലേയിങ് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ടായിരിക്കും അവിടുത്തെ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. പ്രൊജക്റ്റഡ് സ്കേർട്ടിംഗ് ആണെങ്കിൽ തേപ്പ് കഴിഞ്ഞാൽ നേരെ ടൈലിംഗ് ടീമിന് നമുക്ക് വർക്ക് ഏൽപ്പിക്കും. അപ്പോൾ അവർ ടൈലിട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്കേർട്ടിങ്ങും ചെയ്തങ്ങ് പൊക്കോളും. അഡീഷണൽ എഫേർട്സ് ഒന്നും നമുക്കിവിടെ വരുന്നില്ല. പക്ഷേ ഫ്ലഷ്ഡ് സ്കേർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ലേബറും അതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. പിന്നെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊജക്റ്റഡ് ആണെങ്കിലും ഫ്ലഷ്ഡ് ആണെങ്കിലും ശരിയോ തെറ്റോ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. പല ക്ലയൻസും ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രൊജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് അക്കോമഡേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ, അതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് പലരും കരുതുന്ന കാര്യം. അതിനൊക്കെ വേറെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. സോ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമ്മൾ ഏതാണ് കംഫർട്ടബിൾ എന്നുള്ളതിലും നമ്മുടെ ഫിനാൻഷ്യൽ ആ ഒരു കാൽക്കുലേഷനകത്ത് ഏതാണ് കംഫർട്ടബിൾ ആകുന്നത് അതുമായിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്.